നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുടയിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ ഉത്രാടപ്പാച്ചിൽ കയ്യോടെ പൊക്കി വിജിലൻസ്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് 2 പേർ പിടിയിൽ. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. വടക്കുന്നാഥന്റെ മുന്നിൽ രാമായണ ഫെസ്റ്റിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൂറ്റൻ തൃക്കാക്കരയപ്പനെ സ്ഥാപിച്ചു. ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതിയുടെ ഭാഗമായി വരന്തരപ്പള്ളി കോരനൊടി ഉന്നതിയിൽ 40ഓളം ഓണക്കോടി വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുടയിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ ഉത്രാടപ്പാച്ചിൽ കയ്യോടെ പൊക്കി വിജിലൻസ്. ഇയാളിൽ നിന്ന് 50,000 രൂപയും 7 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. ഇരിങ്ങാലക്കുടയിൽ ബാറുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ എക്സൈസ് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ എൻ ശങ്കറാണ് വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായത്. തൃശൂർ ചിറങ്ങരയിൽ വെച്ചാണ് ഇയാളെ വിജിലൻസ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ഇയാളുടെ വാഹനത്തിൽ നിന്ന് 50,000 രൂപയും 7 കുപ്പി മദ്യവും കണ്ടെടുത്തു. അവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ ബാറുകളിൽ നിന്ന് പണം പിരിക്കുന്നത് ഇയാളുടെ പതിവായിരുന്നുവെന്ന് അധികൃതർ വെളിപ്പെടുത്തി. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് 2 പേർ പിടിയിൽ. മേലൂർ സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന നിരോധിത മയക്കുമരുന്നായ കഞ്ചാവ് കൈവശം സൂക്ഷിച്ചു നിൽക്കുകയായിരുന്ന മേലൂർ കൂവക്കാട്ടുകുന്ന് സ്വദേശികളായ മാന്തട്ടിൽ വീട്ടിൽ ഹരിസുധൻ, ചെമ്പിക്കാടൻ വീട്ടിൽ വിഷ്ണുവർദ്ധൻ എന്നിവരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഹരിസുധൻ കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 2 മോഷണ കേസുകളിൽ പ്രതിയാണ്. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. അഴീക്കോട് പുത്തൻപള്ളി സ്വദേശി മാങ്ങാപ്പറമ്പിൽ വീട്ടിൽ അപ്പുമോനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BK അരുൺ, SI മാരായ കശ്യപൻ, സാലിം, GASI അസ്മാബി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വടക്കുന്നാഥന്റെ മുന്നിൽ രാമായണ ഫെസ്റ്റിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൂറ്റൻ തൃക്കാക്കരയപ്പനെ സ്ഥാപിച്ചു. സമർപ്പണത്തോടനുബന്ധിച്ച് മാതൃസമിതിയുടെ തിരുവാതിരക്കളി, ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിച്ച പുലിക്കൊട്ട്, ശ്രീപാർവതിയും ശ്രീലക്ഷ്മിയും അവതരിപ്പിച്ച ഇരട്ട തായമ്പക, ഓണപ്പാട്ടുകൾ എന്നീ കലാരൂപങ്ങളും അരങ്ങേറി. ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ VJ ജോജി അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ മിനിമോൾ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചാലക്കുടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു ലഹരിവിരുദ്ധ സന്ദേശം നൽകി സംസാരിച്ചു. വാർഡ് കൌൺസിലർ ആലിസ് ഷിബു, ലയൺസ് ക്ലബ് ഭാരവാഹികളായ ഡോക്ടർ ജോർജ് കോലഞ്ചേരി, മുൻ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ സാജു പാതാടൻ എന്നിവർ പ്രസംഗിച്ചു. താലൂക്ക് ആശുപത്രി പ്രവർത്തകർക്കും വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും ആശുപത്രി സന്ദർശകർക്കും മാവേലിയുടെ വേഷമണിഞ്ഞ ജോസഫ് ആൽവിൻ മധുരം വിതരണം ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അനിൽകുമാർ KM, ജോഷി CA, സിവിൽ എക്സൈസ് ഓഫീസർ പ്രണേഷ് PP എന്നിവർ വിമുക്തി ലഘുലേഖ വിതരണം ചെയ്ത് പരിപാടിക്ക് നേതൃത്വം നൽകി. KSU പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതിയുടെ ഭാഗമായി വരന്തരപ്പള്ളി കോരനൊടി ഉന്നതിയിൽ 40ഓളം ഓണക്കോടി വിതരണം ചെയ്തു. KSU പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് വൈശാഖ് ഐത്താടന്റെ അധ്യക്ഷതയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെറോൺ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരന്തരപ്പള്ളി പ്രസിഡന്റ് EA ഓമന മുഖ്യാതിഥിയായി. KSU ജില്ലാ സെക്രട്ടറി പ്രണവ് പ്രിൻസ്,
മുൻ DCC സെക്രട്ടറി ഡേവിസ് അക്കര, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് അരിപ്പാലത്തുകാരൻ, പഞ്ചായത്ത് മെമ്പർ രജനി, പുതുക്കാട് പ്രസിഡന്റ് ജസ്റ്റിൻ ആറ്റുപുറം, നിയോജകമണ്ഡലം സെക്രട്ടറി റെനീഷ് ഇല്ലിക്കൽ, ആൽബിൻ സ്റ്റാൻലി, മാനുവൽ വർഗീസ്, ബ്ലോക്ക് സെക്രട്ടറി അലുക്കുട്ടി ചെമ്പൻ, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സൽമത് ജാഫർ, സുമേഷ് VS, ട്രഷറർ റിൻഡോ ഞെരിഞ്ഞാമ്പിള്ളി, സെക്രട്ടറി സുലേഖ മുഹമ്മദ്, വാർഡ് പ്രസിഡന്റുമാരായ സതീഷ് തട്ടരശ്ശേരി, ജോൺസൺ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9,795 രൂപ, പവന് 78,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിങ്ങാലക്കുടയിൽ എക്സൈസ് ഇൻസ്പെക്ടറുടെ ഉത്രാടപ്പാച്ചിൽ കയ്യോടെ പൊക്കി വിജിലൻസ്. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് 2 പേർ പിടിയിൽ. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ. വടക്കുന്നാഥന്റെ മുന്നിൽ രാമായണ ഫെസ്റ്റിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൂറ്റൻ തൃക്കാക്കരയപ്പനെ സ്ഥാപിച്ചു. ചാലക്കുടി താലൂക്ക് ഹോസ്പിറ്റലിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അമ്മയ്ക്കൊരു ഓണക്കോടി പദ്ധതിയുടെ ഭാഗമായി വരന്തരപ്പള്ളി കോരനൊടി ഉന്നതിയിൽ 40ഓളം ഓണക്കോടി വിതരണം ചെയ്തു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംരക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.